കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ 7 ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് 2 മേഖലാ ജാഥകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊന്ന് നാളെ രാവിലെ 9 മണിക്ക് കാസർഗോഡ് ജില്ലയിലെ ഹൊസങ്കടിയിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. അതിന് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ മുണ്ടൂർ രാമകൃഷ്ണൻ നേതൃത്വം കൊടുക്കും. അതുപോലെ മറ്റൊരു ജാഥ തെക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാളെ തന്നെ രാവിലെ 9 മണിക്ക് കോട്ടയത്ത് വെച്ച് ആരംഭിച്ച് 2 ജാഥകളും വടക്കൻ മേഖലാ ജാഥ തൃശ്ശൂരിലും 4-ാം തീയതി, തെക്കൻ മേഖലാ ജാഥ അതേ ദിവസം തന്നെ തിരുവനന്തപുരത്ത് സമാപിക്കാനാണ് തീരുമാനിച്ചത്. ഈ ജാഥക്ക് അടിസ്ഥാനമായ കാരണങ്ങളെ സംബന്ധിച്ച് കുറേയേറെ ഞങ്ങൾക്ക് പറയാനുണ്ട്. 2021 ആണ് അവസാനമായി ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരണം നാമമാത്രമായ രീതിയിലുള്ള സംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കിയത്. അതും നമ്മുടെ സംഘടനയുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെ മന്ത്രി ഏകപക്ഷീയമായാണ് അത് തീരുമാനിച്ചത്. അന്നത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾക്കത് അംഗീകരിക്കാതെ നിർവാഹമില്ലാതെ വന്നു. ആ പരിഷ്കരണത്തിൽ ഞങ്ങൾക്ക് അതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്ഷാമബത്ത പൂർണ്ണമായും എടുത്തു കളഞ്ഞു. അതുവരെ ഞങ്ങൾക്ക് ക്ഷാമബത്ത കിട്ടിക്കൊണ്ടിരുന്നു. സ്വാഭാവികമായും ഏത് മേഖലയിലെയും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ജീവിത സൂചിക പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിലക്കയറ്റം വർദ്ധിച്ചു വരുന്ന അവസ്ഥയിൽ അതിനെ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ബത്ത എന്ന രീതിയിലാണ് ക്ഷാമ ആശ്വാസം എല്ലാവർക്കും അനുവദിച്ച് കിട്ടാറ്. കേരളത്തിൽ ഞങ്ങളുടെ മേഖലയിൽ മാത്രമാണ് ഈ ക്ഷാമബത്ത ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ നിർത്തൽ ചെയ്തത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി മന്ത്രിയെയും അതുപോലെ തന്നെ പെൻഷൻ ബോർഡിനെയും സമീപിച്ചുവെങ്കിലും ഈ 4.25 വർഷക്കാലത്തിനിടയിൽ ഇന്ന് വരെ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷനിൽ ഒരു പൈസ പോലും ഞങ്ങൾക്ക് വർധനവ് അനുവദിച്ച് കിട്ടിയില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിന്റെ സമസ്ത മേഖലകളിലും ആശ്വാസപ്രദമായ നടപടികൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് എല്ലാ മേഖലകളിലും വലിയ നിലയിൽ ആശ്വാസകരമായ നിയമങ്ങൾ കൊണ്ടുവരികയും അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ വിവിധ വിഭാഗങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സഹകരണ മേഖലയിലെ പെൻഷൻകാരായ ഞങ്ങളാണ് ഈ സഹകരണ മേഖലയെ ഇന്ന് കാണുന്ന രീതിയിൽ പുഷ്ടിപ്പെടുത്തിയെടുത്തത്. 1920കളിലും 30കളിലും കേരളത്തിലെ കൃഷിക്കാരെയും കർഷക തൊഴിലാളികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ആശ്രയം കണ്ടെത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ഈ മേഖല ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ രാത്രിയിലും പകലും കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്ന് കാണുന്ന വലിയ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്കും ഡിജിറ്റൽ സമ്പ്രദായത്തിലേക്കും അതുപോലെ തന്നെ എയർ കണ്ടീഷൻ റൂമിൽ നിന്ന് പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാനുള്ള അവസ്ഥ സംജാതമാക്കിയത് ഞങ്ങളുടെ പൂർവികരുമാണ്. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളുന്നതിന് വേണ്ടി എല്ലാ മേഖലയിലും തുറന്ന സമീപനം സ്വീകരിക്കുന്ന ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ ദുഃഖകരമായ അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. നിരന്തരമായി ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിലും കളക്ടറേറ്റുകൾക്ക് മുമ്പിലും സമരം നടത്തിയിട്ടുണ്ട്. മന്ത്രിമാരെ കണ്ടിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനൊന്നും പരിഹാരം കാണുന്നതിന് വേണ്ടി ഇന്ന് വരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മറ്റ് മാർഗങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലും ഞങ്ങളുടെ സമരമുഖത്തായിരുന്നു. അന്ന് ഞങ്ങളോട് മന്ത്രി പറഞ്ഞത് നിങ്ങളുടെ കാര്യം പരിഗണിക്കാം, നമുക്കിപ്പോൾ നിങ്ങൾ സമരത്തിൽ നിന്നും പിന്മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് ആ സമരരംഗത്ത് നിന്നും പിന്മാറിയത്. പക്ഷെ അതിനുശേഷവും ഞങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഒരു ഘട്ടത്തിൽ ഞങ്ങളുടേതല്ലാത്തൊരു സംഘടന, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടന കോടതിയെ സമീപിക്കുകയും അതുപോലെ തന്നെ ഈ ക്ഷാമബത്ത നിർത്തലാക്കിയ ക്ഷാമബത്ത പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു അർദ്ധ ജുഡീഷ്യറി അധികാരമുള്ള ഒരു കമ്മീഷൻ നിശ്ചയിക്കണമെന്ന് കോടതി വിധി വന്നു.
ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പെൻഷൻ എങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതിന് വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ എങ്ങനെ ഈ പെൻഷൻ നിർത്തൽ ചെയ്യാൻ വേണ്ടി കഴിയും എന്ന രീതിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഗവൺമെന്റിന് സമർപ്പിച്ചത്. ആ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ അത് തള്ളിക്കളയണമെന്ന് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം അത് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ ഗവൺമെന്റോ പെൻഷൻ ബോർഡോ തയ്യാറായില്ല എന്നുള്ളതാണ് അനുഭവത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവസാനമായി കഴിഞ്ഞ നവംബർ മാസം 5-ാം തീയതി നിങ്ങളുമായി ഒരു ചർച്ച നടത്താമെന്ന് മന്ത്രി സമ്മതിച്ചു, പെൻഷൻ ബോർഡ് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 15ഓളം സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ എം സുകുമാരനും അതുപോലെ തന്നെ നമ്മുടെ പെൻഷൻ ബോർഡിന്റെ മെമ്പറും ഞങ്ങളുടെ യൂണിയന്റെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ സെക്രട്ടറി അജയകുമാർ ഉൾപ്പെടെ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ ഞങ്ങളുടെ പ്രയാസകരമായ അനുഭവങ്ങളെല്ലാം വിശദീകരിച്ചു. ഞങ്ങളുടെ ഈ പ്രായമായി 10, 80, 85 വയസ്സായിട്ടുള്ള ആളുകൾ എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകും? 2023 ഞങ്ങൾക്ക് കിട്ടിയ കാശ് കൊണ്ട് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. ഞങ്ങൾക്ക് മക്കൾ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ആരുമാരും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിലുള്ള മേഖലയിലേക്ക് തള്ളപ്പെടുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിച്ചു. അതൊന്നും ചെവിക്കൊള്ളുന്നതിന് വേണ്ടി ഗവൺമെന്റ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവസാനം ചർച്ചയിൽ പങ്കെടുത്തു. അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് തീരുമാനം എന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസനും പറഞ്ഞു, നിങ്ങൾക്ക് 2% വർധനവ് തരാം എന്നാണ്. 2% വർധനവ് എന്ന് പറയുന്നത് 57 രൂപ മുതൽ 357 രൂപ വരെയാണ് വർധനവ്. 57 രൂപ മുതൽ 357 രൂപ വരെ. അത് ഒരു പിച്ചക്കാശായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഞങ്ങൾക്കിത് തരുന്നില്ല എന്ന് മാത്രമല്ല, എന്താണ് ഒരു അവഗണനയുടെ അങ്ങേ തരത്തിലുള്ള ഒരു അനുഭവമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ആ ചർച്ച ഞങ്ങൾ ബഹിഷ്കരിച്ചതിന് ശേഷം 7-ാം തീയതി ഗവൺമെന്റ് ഉത്തരവ് വന്നു, 2% വർദ്ധിപ്പിച്ചിട്ട്. ആ 2% തന്നെ ന്യായമായ രീതിയിൽ കിട്ടുന്നതിന് വേണ്ടി വലിയൊരു കളി പെൻഷൻ ബോർഡിലെ ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും കളിച്ചു. അവസാനം വീണ്ടും ഇടപെടലിന്റെ ഭാഗമായിട്ട് ആ 2% ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഈ 2% വർധനവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് വെക്കാൻ കഴിയുന്നില്ല. പ്രായോഗികമായ പ്രശ്നമുണ്ട്. കാരണം ഞങ്ങളുടെ പെൻഷൻ ഒന്നിച്ചാണ് വരുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങളുടെ വർധനവേ വേണ്ട എന്ന് പറയാൻ കഴിയില്ല. കാരണം ബാങ്കിലേക്ക് വരുന്ന കാശ് പൂർണ്ണമായും നമുക്ക് പിൻവലിക്കുമ്പോൾ അതിന്റെ പ്രായോഗികമായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് ആ പൈസയാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഗവൺമെന്റിനെയും ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെയും MLA-മാരെയും MP-മാരെയും ഒക്കെ സമീപിച്ചു. അവസാനമായി ഞങ്ങൾ വീണ്ടും നവംബർ മാസം 30-ാം തീയതി നിയമസഭാ സമ്മേളനത്തിന് മുമ്പിൽ ധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ആ ധർണ ഉദ്ഘാടനം ചെയ്തത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തകന്മാരും ഒക്കെ തന്നെ ഞങ്ങളുടെ ജാഥയുടെ നമ്മുടെ സമരത്തിന്റെ ആ ദിവസം പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്കിത് കിട്ടേണ്ടത് ന്യായമാണ്, ഇത് ഞങ്ങൾ അറിയില്ല, ഇങ്ങനെയാണ് വസ്തുത എന്ന് ഞങ്ങൾ അറിയില്ല എന്നാണ് സൂചിപ്പിച്ചത്. വീണ്ടും ഈ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി നല്ല സമ്മർദ്ദങ്ങൾ ചെലുത്തിയെങ്കിലും ഇതൊന്നും അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ഇപ്പോ ഉള്ളത്. തീർച്ചയായിട്ടും പക്ഷെ സഹകരണ മേഖലയിൽ പെൻഷൻ പറ്റിയ നമ്മളെ പോലത്തെ സാധാരണക്കാരെ തുച്ഛമായ, നിങ്ങൾക്കറിയോ, നമ്മൾ ആദ്യമായിട്ട് നമ്മൾ പെൻഷൻ വാങ്ങിയത് 350 രൂപ 450 രൂപ നമ്മൾ ആകെ പെൻഷൻ വാങ്ങുന്നത്. നിങ്ങൾക്കറിയാം, സഹകരണ ഗവൺമെന്റ് ജീവനക്കാർക്ക് കിട്ടുന്ന ഒരു ഡ്യൂട്ടിയിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരനും ഒരു സഹകരണ പെൻഷൻകാരനുണ്ടെങ്കിൽ ഗവൺമെന്റ് ജീവനക്കാർക്ക് തുലവും എത്രയോ മെച്ചപ്പെട്ട രീതിയിലുള്ള പെൻഷൻ വാങ്ങുമ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള 1 ലക്ഷത്തിന് മേൽ ശമ്പളം വാങ്ങുന്ന സഹകരണ ജീവനക്കാരെ റിട്ടയർ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 17,850 രൂപയാണ്. ഇതാണ് തുച്ഛമായ. നമ്മളെ സംബന്ധിച്ചുള്ള പ്രായമായുള്ളവർ നമ്മളൊക്കെ 2-3
ടാബ്ലറ്റ്സ് വാങ്ങി കഴിക്കുന്നവരാണ്. എത്രയുണ്ട് 500 രൂപ നമ്മൾ കടയിൽ പോയി എത്രയാണ് ഉണ്ടാകുക വാങ്ങാനുണ്ടാകും എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാന ആവശ്യം നമുക്ക് DA തന്നെ മതിയാവും. ആ DA തരുന്നത് വരെ നമ്മൾ നിരാഹാരം ഇവിടെ പറഞ്ഞതുമാതിരി നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരം നമ്മുടെ മരണം വരെ ഇരിക്കാൻ വേണ്ടി സെക്രട്ടറി മുന്നിൽ ഇരിക്കാൻ തന്നെയാണ് ആലോചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് നമ്മുടെ പെൻഷൻ ബോർഡും ഗവൺമെന്റും നമ്മുടെ ഈ സമരത്തെ നല്ല രീതിയിൽ കാണാനും ഈ നിരാഹാര സത്യാഗ്രഹത്തിന് മുമ്പേ നമുക്ക് ആവശ്യങ്ങള് DAയും അതുപോലെ തന്നെ മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു സംഘടനയോട് കൂടി പുലർത്തണമെന്ന് മാത്രമാണ് ഗവൺമെന്റോട് പെൻഷൻ ബോർഡിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി പ്രക്ഷോഭ പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ആ രംഗത്തൊക്കെ തന്നെയും പത്രക്കാരുടെ നിർലോഭമായ സഹായങ്ങളാണ് ഉണ്ടായിട്ടുണ്ട്. ഒരു അവസരത്തിലും ഞങ്ങൾ നട്ടുച്ചയ്ക്ക് വെയിലും കൊണ്ട് വയസ്സാം കാലത്ത് ഈ റോഡിൽ നടക്കുമ്പോൾ പത്രങ്ങളൊക്കെ എഴുതിയിരുന്നും ഈ വയസ്സാം കാലത്തും ഇവരെ കൊണ്ട് ജയിക്കണമോ എന്നുള്ളത് പല പത്രക്കാരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള. അതുകൊണ്ട് ഈ തവണത്തെ ഈ നിങ്ങളുടെ പ്രക്ഷോഭ പരിപാടിയും അതിന് ജീവനുള്ള പോരാട്ടമാണ്. നാളിതുവരെ ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.